ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കില്ലേ? നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നതേ വിഷുവിൻ്റെ തലേ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും വിഷു കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം വിഷുവിന് നമ്മളങ്ങനെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടുള്ള ഫസ്റ്റത്തെ വിഷു ആയിരുന്നു. അപ്പോൾ ഈ വർഷം കുറച്ച് പടക്കം കാണാൻ പേടിയാണ് കേട്ടോ. പടക്കം പൊട്ടിച്ച് കഴിഞ്ഞാൽ അവൻ എന്തായാലും കരയും. സൗണ്ട് അങ്ങനെ കേൾക്കുമ്പോഴേ അവന് ഭയങ്കര പേടിയാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ കുറച്ച് കമ്പിത്തിരിയും അങ്ങനെ കത്തിക്കുന്ന കുറച്ച് സാധനങ്ങൾ വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ മേശപ്പൂവ്, കമ്പിത്തിരി അങ്ങനെയുള്ള. അപ്പോൾ അങ്ങനെ മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ലാത്തിരിയും കമ്പിത്തിരി, മേശപ്പൂവ് അങ്ങനെ കുറച്ച് 3-4 സാധനങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ പേരൊക്കെ വേണ്ടേ ഇങ്ങനെ കത്തിക്കാനൊക്കെ, നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചേട്ടൻ കുറഞ്ഞൊന്ന് കത്തിക്കുന്നുണ്ട്. കല്യാണിക്ക് ആ കമ്പിത്തിരി കത്തിക്കാനും മറ്റേ ലാത്തിരിയോ പൂത്തിരിയോ അതൊക്കെ കത്തിക്കാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ആരാ അങ്ങനെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ തലേ ദിവസം ഈവനിങ്ങിലൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മറ്റേ കണി വയ്ക്കാനുള്ള ഫ്രൂട്ട്സും സാധനങ്ങളും ഒക്കെ മേടിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ കത്തിക്കാനായിട്ടുള്ളതും മേടിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എന്തോ ദീപാവലിക്കോ മറ്റോ ചേട്ടൻ കുറച്ച് പടക്കമൊക്കെ വാങ്ങിയതൊക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുക. കണ്ണനെ പേടിച്ചിട്ട് അവൻ കരയുന്നത് കാരണേ നമ്മൾ പൊട്ടിക്കാണ്ടൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, പടക്കം വേണ്ട, ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, വിഷു അല്ലേ, എന്തെങ്കിലും കത്തിക്കുന്ന എന്തെങ്കിലും വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനവിടെ ഫ്രണ്ടിലൊരു കസേരയൊക്കെ ഇട്ടിട്ട് അവിടെ വന്ന് ഇങ്ങനെ ഇരുന്നു, അവനെല്ലാം കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിലൊക്കെ ഉള്ളപ്പോഴേ വിഷുവിൻ്റെ തലേ ദിവസമൊക്കെ ഞാനും എൻ്റെ ചേട്ടനും കൂടിയിട്ടാണ് ഇതൊക്കെ കത്തിക്കാനും ഒക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു സന്ധ്യാനേരം ആകുമ്പോൾ നമ്മൾ തുടങ്ങും. വിളക്കൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ കത്തിക്കലും ഒക്കെ അങ്ങനെ തുടങ്ങും. തറവാട്ടിലായിരുന്നപ്പോഴും അതെല്ലാവരും കൂടെ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളായിരുന്നു അന്നൊക്കെ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയൊന്നും ഇല്ല അല്ലേ. നമ്മളുടെ ഒരു കാലഘട്ടം മാറിയത് കൊണ്ടോ നമ്മുടെ പ്രായങ്ങൾ കൂടിയത് കൊണ്ടോ എന്താണെന്നറിയില്ല, പണ്ടത്തെ ആ സന്തോഷമൊന്നും ഇപ്പോൾ വിഷുവിനാണെങ്കിലും ഓണത്തിനാണെങ്കിലും ഒന്നുമില്ല. അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. നമുക്കിങ്ങനെ വെറുതെ പറയാം വിഷുവാണ് ഓണാണ് എന്നൊക്കെ പറയാം, അത്രയ്ക്ക് തന്നെ. അല്ലാതെ അതിൽ വലിയ സന്തോഷം കാണാനും മാത്രമൊന്നും ഉള്ളതായിട്ട് എനിക്കിപ്പോൾ തോന്നാറില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ചേട്ടന് ഇങ്ങനെ നല്ല ഇൻട്രസ്റ്റോട് കൂടിയൊക്കെ കത്തിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ സമയത്തൊക്കെ ചേട്ടൻ എന്നെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ പറയും, എനിക്ക് പടക്കം പൊട്ടിക്കാൻ പേടിയാടി എന്നൊക്കെ ചേട്ടൻ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഞാൻ വലിയ ആളായിട്ട് എനിക്ക് പേടിയൊന്നുമില്ല, എനിക്കറിയാൻ പൊട്ടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചേട്ടനും ഒന്നിനും ഒരു പേടിയില്ല. ഞാനപ്പോൾ അത് വിശ്വസിക്കാനും ചേട്ടന് ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനും ഞാനത് വിശ്വസിക്കാനും ഒക്കെ നിന്നിരുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കത്തിക്കുന്നത് കണ്ടപ്പോൾ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലച്ചു ശിവാനി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും കൂടെ കണ്ടപ്പോൾ കണ്ണന് കുറച്ചും കൂടെ ഇഷ്ടം. അവർ മിക്കപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോഴേ, കുട്ടികളെ ഇങ്ങനെ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ആളുകളായിട്ട് ഇത് ചെയ്യുന്നതിനേക്കാളും കത്തിക്കുന്നതിനേക്കാളും ആഘോഷിക്കുന്നതിനേക്കാളും ആഘോഷം എന്ന് പറഞ്ഞാൽ ആളുകൾ വേണമല്ലേ. ആളുകളില്ലാണ്ട് എന്താ ആഘോഷം. അപ്പോൾ അവർ വന്നപ്പോൾ ഞങ്ങൾക്കും കുറച്ചും കൂടെ സന്തോഷമായി. അപ്പോൾ അവരും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അവരും ഇങ്ങനെ കത്തിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നേരമൊക്കെ. അപ്പോൾ അതും ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയിട്ട് അവരെല്ലാവരും കൂടെ നിന്ന് കല്യാണി അവർ 3 ഭയങ്കര കൂട്ടാണ്. അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ കണ്ണനും ഭയങ്കര ഇഷ്ടമാണ്. അവർ കളിക്കാനൊക്കെ വരുമ്പോഴേ ഒരു ഒച്ചയും ബഹളവും ലഹളയൊക്കെ ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മൊത്തം സൈലൻ്റ് ആയിട്ടല്ലേ ഇരിക്കാം. അങ്ങനെ അന്ന് കിടന്നപ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ, 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കിടന്നപ്പോൾ. പിന്നെ ഇവരൊക്കെ ഉറങ്ങിയിട്ടാണ് ഞാൻ വന്നിട്ട് കണി വെക്കേണ്ടതൊക്കെ ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചത്. കണിയൊക്കെ വെക്കേണ്ടതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് ഞാൻ കിടന്നപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ നേരം വെളുത്ത് എണീറ്റ് അവരെ കണിയൊക്കെ കാണിപ്പിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ചേലൂർക്ക് പോവാണ് കേട്ടോ അന്ന്. അപ്പോൾ ഉച്ചയ്ക്കായിട്ട് പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോഴേക്കും പിന്നെ അച്ഛനും അമ്മയൊക്കെ വിളിച്ചിട്ട് നേരത്തെ വായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരത്തെ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്മയും ജാനിയും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ അച്ഛനുണ്ടാവില്ല കേട്ടോ. അച്ഛന് വിഷുവിൻ്റെ അന്ന് മുടക്കുണ്ടായിരുന്നില്ല. വിഷുവിൻ്റെ പിറ്റേ ദിവസം അച്ഛന് മുടക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം റെഡിയൊക്കെ ആയി. വേറെ പരിപാടികളൊന്നുമില്ല. വിഷു കണിയൊക്കെ കണ്ട്
കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അങ്ങനെ പോവാണ് കേട്ടോ, വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ എല്ലാവരും റെഡിയായൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ നിന്ന് വിളി വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വരണില്ലേ വേഗം വായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴേക്കും ഞങ്ങളപ്പോൾ പിന്നെ വേഗം ഇറങ്ങി. അപ്പോൾ പോവാമെന്ന് പറഞ്ഞാൽ 2 ദിവസം നിൽക്കാമെന്നൊക്കെയുള്ള വിചാരത്തിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കെട്ടും പാണ്ടൊക്കെ ഉണ്ടാവും കുറേ എടുക്കാനൊക്കെ ആയിട്ട്, കുറേ ബാഗും സാധനങ്ങളൊക്കെ ഉണ്ടാവും, മക്കളുടെ സാധനങ്ങൾ തന്നെ ഉണ്ടാവുമല്ലോ, കുറച്ചധികം സാധനം ഡ്രസ്സുകളും ഒക്കെ അധികം വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചേലൂർക്ക് യാത്ര തിരിച്ചു വിട്ടാൽ. ഇങ്ങനെ വിശേഷങ്ങൾക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ അതൊരു സന്തോഷമാണ്. അത് പക്ഷെ ഇപ്പോൾ അവിടെ ചേട്ടനില്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട്, നല്ല രീതിയിൽ ആങ്ങളില്ലാത്തതിൻ്റെ ഒരു നല്ലൊരു കുറവുണ്ട് അവിടെ ചെല്ലുമ്പോൾ. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തല്ലുകൂടാനൊക്കെ ആളുണ്ട്, അവനായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ തല്ലുകൂടിയും കൊണ്ടിരിക്കും. അത് ഞങ്ങൾ എത്ര ഇഷ്ടത്തിൽ നിൽക്കുകയാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ല ഇടിയാവും കേട്ടോ. ആ ഒരു തല്ലുകൂടാൻ ആളില്ലാത്തതിൻ്റെ ഒരു മിസ്സിങ് എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ അമ്മയാണ്, അമ്മ ഞാനും ആണെങ്കിലും സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ ഞങ്ങൾ തമ്മിൽ. അപ്പം ഞങ്ങളിതേ ചേലൂർ വന്നു അല്ല അമ്മ? അപ്പം ഞങ്ങൾ എപ്പോൾ വരാതുകൊണ്ട് വന്ന സമയമാണ് ഈ സമയം. പണി ഉണ്ടായിരുന്നു ഇവിടെ, പണി ഞങ്ങൾ എപ്പോൾ കഴിഞ്ഞു. ഞങ്ങൾക്ക് പണി ഉണ്ടായിരുന്നു. ഈ 2 ചെക്കനും ഒക്കെ റെഡിയാക്കണ്ടേ, ചെക്കനൊന്നും റെഡി ആവുന്നുണ്ടായിരുന്നില്ല. ഇവിടെ കല്ല് വേണ്ട, കല്ലിന്റെ മേക്കപ്പിന് തന്നെ വേണം. കല്ല് നോക്കട്ടറാ, എന്റെ മേക്കപ്പ് നോക്കട്ടറാ, കല്ലിന്റെ മേക്കപ്പിന് തന്നെ വേണ്ട 2 മണിക്കൂർ. ജാനി നിങ്ങളെ വന്നിട്ട് കേറിയിട്ടില്ല കേട്ടോ, മുറ്റത്ത് തന്നെ ഇങ്ങനെ നിക്ക കാണാൻ. ഇവിടെ ഇങ്ങനെ അമ്മ കേറാൻ വിളിച്ചിട്ടില്ല, ക്ഷണിച്ചിട്ടില്ല. വെള്ളം എടുക്ക്, വരുന്നവരും വെള്ള ചായ എന്നിട്ടാന്ന് വെച്ചെടുക്കാൻ. എന്നിട്ട് കയറി ചായ ഉണ്ടോ ചൂടത്ത്, നല്ല കൂൾ ഡ്രിങ്ക്സ് ജ്യൂസ് അല്ലേ, വെള്ളം എടുക്ക്. പിന്നെ അവിടെ എത്തിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടം കൊടുക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അത് ശരിക്കും അച്ഛനുള്ളപ്പോഴേക്കാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും, അതൊരു സന്തോഷമാണ്. ഒരു 10 രൂപയാണെങ്കിൽ പോലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കേട്ടോ. ഞാനും അവർക്ക് എല്ലാവർക്കും കൊടുത്തു, അവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു. ഒരു 100 രൂപയേ ഉള്ളൂ. ആ 100 രൂപ നമ്മളത് അങ്ങനെ കൊടുക്കുന്നത് ഒരു സന്തോഷമല്ലേ. അത് ആ പൈസയുടെ കണക്കൊന്നുമല്ല, അതങ്ങനെ നമുക്കൊരു 10 രൂപയെങ്കിലും അതങ്ങനെ കിട്ടുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈനീട്ടമൊക്കെ കൊടുത്തു. കൈനീട്ടം കൊടുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഭക്ഷണം, അപ്പം അന്ന് അമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ മിക്കപ്പോഴും ചേലൂർ ചെന്ന ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്ലൂനെന്ന് പറഞ്ഞ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവളുടെ കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ജാനിക്കുട്ടിക്കും അതേട്ടോ ചിലപ്പോൾ പറയുന്നതാണ്, പക്ഷെ അവൾക്ക് ബിരിയാണി ഇഷ്ടമാണ്. ജാനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, കല്ലൂന് അങ്ങനെ ഒന്നിനോടും പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല. അവളിങ്ങനെ എപ്പോഴും എന്താ പറയുക, ഭയങ്കര മടിയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. അപ്പോൾ ജാനിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെയാണ്. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞല്ലോ അച്ഛന് ലീവായിരുന്നു. അപ്പോൾ അച്ഛന് ലീവായിരുന്നു കാരണം ഞങ്ങളിങ്ങനെ അച്ഛനും അമ്മേനെയും കൊണ്ട് പുറത്തേക്ക് പോക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വെറുതെ എവിടേക്കാണ് പോയി, മറ്റേ ഫോർട്ട് കൊച്ചി കാണാനായിട്ട് പോയിട്ടോ. എറണാകുളം ഭാഗം ഇങ്ങനെയൊക്കെ കുറേ കറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഫോർട്ട് കൊച്ചി കണ്ടിട്ടില്ല. അതിങ്ങനെ കുറേ അങ്ങനെ പോകണം, കുറേ ദൂരത്തേക്ക് പിന്നെയും അവിടെ നിന്ന് ഇങ്ങനെ പോകണം എന്നൊക്കെയുള്ളൊരിതിൽ അങ്ങോട്ട് ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ യാത്ര പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണേണ്ട കാര്യം പറയണ്ടല്ലോ, അവനെ നമുക്ക് പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി കാണാനായിട്ട് പോവാം. നല്ല സമയമാണ് കേട്ടോ, ഈവനിങ്ങിലൊക്കെ എത്തുന്നതായിരുന്നു ബെറ്റർ. പക്ഷേ ഞങ്ങൾ ഉച്ച സമയത്തൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല പൊരി വെയിലിൻ്റെ സമയമായിരുന്നു. പക്ഷേ അതൊന്നും ആളുകൾ കണക്കാക്കുന്നില്ല, നിറയെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പക്ഷെ കാണാനൊക്കെ നല്ല നമ്മൾ സിനിമയിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്കിങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ അവിടെ. അത് നല്ല രസമൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കും ഞാൻ ഇത്രയും ഒരു ഭയങ്കര ഇതിലൊക്കെ പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സ്ഥലം. ഒരുപാട് പേരും ഉണ്ടായിരുന്നു, എന്തോരം ആളുകളായിരുന്നു. ഈ വെയിലും ചൂടൊന്നും ആളുകൾക്ക് വിഷയമേ അല്ല. നമ്മളാണ് അയ്യോ വെയിൽ ചൂട് പോകണ്ടായിരുന്നു, ആകെ വയ്യാണ്ടായി അങ്ങനെ ഇങ്ങനെയാന്നുള്ള പരിഭവങ്ങളും പരാതികളൊക്കെ നമുക്ക്. പക്ഷേ അവിടെ എന്തോരം ആളുകളാണ് വരുന്നത്, എന്തുമാത്രം ആളുകൾ, അവർക്കൊന്നും ഒരു വിഷയവും ഇല്ല ചൂടും കാര്യങ്ങളൊക്കെ. അവരൊക്കെ യാത്ര എൻജോയ് ചെയ്തും കൊണ്ട് നടക്കുകയാണ്.
ഇപ്പോൾ ഏത് യാത്ര എന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ വെള്ളം കുടിച്ച് തോക്കൂട്ട് നമ്മൾ. അതുപോലെയാണ് പുറത്തേക്ക് ഇറങ്ങിയാൽ വെള്ളം, വീട്ടിലിരിക്കുമ്പോഴും ഇത് തന്നെയാണ്, വെള്ളമൊക്കെ നമ്മൾ ചൂടാക്കി വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദാഹം മാറാത്തത് പോലെയാണ് അല്ലേ. നല്ല എന്താ പറയുക, തണുത്ത വെള്ളം കുടിച്ചാൽ മാത്രമേ വെള്ളം കുടിച്ചു എന്ന് പോലും നമുക്ക് തോന്നുന്നുള്ളൂ. അപ്പോൾ കണ്ണന് അങ്ങനത്തെ തണുത്തതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കൊരു വിഷയമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ആയിക്കോട്ടെ, തണുത്ത വെള്ളം ആയിക്കോട്ടെ, അതൊന്നും കൊടുത്തു കഴിഞ്ഞാലോ തണുവ് ഇപ്പോൾ AC അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആൾക്കൊരു വയ്യായി ഉണ്ടാക്കില്ല. എത്ര യാത്ര പോയാലും ആൾക്കതൊരു വയ്യായി ഒന്നും ഉണ്ടാക്കില്ല. പിന്നെ ആൾക്ക് വയ്യായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എണ്ണ തലയിൽ കൂടുതലായിട്ട് വെയിൽ കൊള്ളുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്ക് വയ്യായ്കൾ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള തണുത്ത വെള്ളം കുടിക്കുക, യാത്ര പോവുക, അതൊന്നും ആൾക്ക് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഞാൻ അവനിപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ തണുത്ത വെള്ളം അവന് കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മളുടെ പോലെ തന്നെയല്ലേ അതിനും ഉണ്ടാവില്ലേ അങ്ങനെ കുടിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം, ഒരു സുഖം കിട്ടണം എന്നൊക്കെ. അപ്പം ഞാൻ അങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അവന് തണുത്ത വെള്ളമൊക്കെ. പക്ഷെ കല്യാണിക്ക് തണുത്തത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അപ്പം പണി കിട്ടും. വൈകുന്നേരം ആകുമ്പോഴേക്കും ചുമയായി, ആകെ പ്രശ്നമായി. അതുപോലെ ചിലപ്പോൾ യാത്ര പോവുകയാണെങ്കിലും വെയിൽ കൊണ്ടൊക്കെ ആണെങ്കിലും ആൾക്ക് ഈ അലർജിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം ആൾക്ക് അതൊക്കെ വിഷയമാണ്. പക്ഷെ കണ്ണുകുട്ടിക്ക് അതൊന്നും വിഷയമല്ല. ആളിപ്പോൾ യാത്ര പോയിട്ടാണെങ്കിലും ആൾക്കത് വിഷയമില്ലാണ്ടായി. അത്രയധികം അവൻ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എവിടെയോ ഏതൊക്കെ പാലസൊക്കെ കാണണം എന്നൊക്കെ വിചാരിച്ചൊക്കെ പോയി. ഒരു പാലസ് പിന്നെ നമുക്ക് കയറിയില്ല. വേറൊരു പാലസിൽ ചെന്നപ്പോൾ അവിടെ പിന്നെ വിസിറ്റേഴ്സിന് അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങനെ പതുക്കെ തിരിച്ചു പോന്നു കേട്ടോ. ഈ ഫോർട്ട് കൊച്ചിയിലാണെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, കുറേ ഇങ്ങനെ കടക്കാരും കടകളും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ കല്യാണിക്ക് എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ, അവൾ അതിന് വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അത് പിന്നെ കല്യാണിന്ന് മാത്രമല്ല, അവളുടെ ഒരു പ്രായത്തിലുള്ള പിള്ളേരുകളൊക്കെ തന്നെ അങ്ങനെ തന്നെയാണല്ലേ. അപ്പോൾ പിന്നെ അവൾ എന്തൊക്കെയോ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്നു. അപ്പോൾ എന്തായാലും മനസ്സിന് സന്തോഷം തോന്നിയ നിമിഷങ്ങളായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വെക്കേഷൻ തുടങ്ങുന്നതിന് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ കുറച്ച് യാത്രകളൊക്കെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷേ ഇനി ഞാൻ പറയുകയാണ്, ഇനി ഇങ്ങോട്ടേക്ക് യാത്രയില്ലേ, വയ്യാണ്ടായി. യാത്ര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചയ്ക്കൊക്കെ നമുക്ക് പിന്നെ വയ്യ. ഇപ്പോൾ ലാസ്റ്റ് എവിടെ പഴനിയിൽ പോയൊക്കെ വന്നിട്ടേ, പഴനിയിൽ പോയിട്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല, ഉറക്കത്തിനും കാര്യത്തിനൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ആ പടി കയറിയതും പിന്നെ പഴനിയിലത്തെ മൊത്തം കാര്യങ്ങൾ ചേഞ്ചായി. പഴയതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്കൊന്നും വണ്ടി എത്തില്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴേ 1 കിലോമീറ്റർ 2 കിലോമീറ്ററൊക്കെ നമ്മൾ അടിയിൽ തന്നെ നടക്കണം. പോരാത്തതിന് പിന്നെ മലയും കയറേണ്ടൊക്കെ വരുമ്പോൾ പിന്നെ മറ്റേ റോപ്പിലും ട്രെയിനിലൊക്കെ കയറാം, എങ്കിലും ഒരുപാട് മണിക്കൂറുകൾ നമ്മളുടെ വെറുതെ പോകും അത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ. അപ്പോൾ അതിലും ഭേദം മുകളിലേക്ക് പടി കയറുന്നത് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പടിയൊക്കെയാണ് കയറിയത് കേട്ടോ. അപ്പോൾ ഇന്ന് വരെ ഞാൻ പഴനിയിൽ പോയിട്ട് കണ്ണനെ എങ്ങനെ പോയാലൊരു 4-5 പ്രാവശ്യമൊക്കെ പഴനിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കണ്ണനെ. പക്ഷേ ഇന്ന് വരെ എനിക്ക് എടുത്ത് കയറാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ മറ്റേ ട്രെയിനിലാണ് കയറിയത്. അതിൽ മുന്നൊക്കെ എപ്പോൾ പോകുമ്പോഴും ചേട്ടനെടുത്താണ് കയറി. ഇപ്രാവശ്യം ചേട്ടനെടുത്താണ് കേട്ടോ കയറിയത്. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇനി പറ്റില്ല, കാരണം അവനും വെയിറ്റൊക്കെ ആയി വരുമല്ലേ, വെയിറ്റ് ഇല്ലെങ്കിൽ കൂടെ നീളമൊക്കെ വെച്ച് വരുമല്ലേ, അപ്പോൾ ഇനി അങ്ങനെ നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ അവൻ്റെ കുഞ്ഞിക്കാലൊക്കെ വെച്ച് എന്ന് നടക്കാനായിട്ട് പറ്റുന്നോ അന്ന് പോകാമെന്നൊക്കെയുള്ള തീരുമാനത്തിലൊക്കെയാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്നത് കേട്ടോ.
വിഷുവിൻ്റെ കുഞ്ഞു കുഞ്ഞു ആഘോഷങ്ങളും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്ന് ഫോർട്ട് കൊച്ചിയൊക്കെ പോയി വന്നു. പിന്നെയും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവച്ചേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു തന്നെ വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യാനായിട്ട് മറക്കരുത്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കട്ടെ.